ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പുതിയ ആളുകൾക്ക് അറിയില്ല, പക്ഷെ പഴയ നമ്മുടെ മിനിങ്ങാന്ന് വരെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ നാട്ടിലാണ് വന്നിട്ടുള്ളത്. ഇന്ന് എൻ്റെ ട്രീറ്റ്മെന്റ് ആവശ്യത്തിനായിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഡോക്ടറെ ബുക്കിംഗ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പോയി കണ്ടതിന് ശേഷം വേണം MRI ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഫർദർ ട്രീറ്റ്മെന്റിന് കാര്യങ്ങൾക്കൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. നാളെ മറ്റന്നാളായിട്ടായിരിക്കും മിക്കവാറും MRI ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അതിനൊക്കെ പോയതിന് ശേഷമാണ് ഇനിയിപ്പോൾ എന്നാണ് തിരിച്ച് ഇനി ഗൾഫിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ പതിവ് പോലെ തന്നെ ഇന്നും ജോബ് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട്. എന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ള 3 ജോബ് വേക്കൻസികൾ ഉണ്ടെന്ന്. അത് 2 ജോബ് എന്ന് പറയുന്നത് പുറത്ത് വണ്ടികളിൽ പോയിട്ട് റെസ്റ്റോറന്റിൽ വണ്ടികളിൽ ഉള്ള ഓർഡർ എടുക്കുക. കസ്റ്റമർ വന്ന് പുറത്ത് നിൽക്കും, അതേ വന്നിട്ട് കസ്റ്റമർ ഓർഡർ എടുക്കുക. അത് നേരെ റെസ്റ്റോറന്റിൽ പോയിട്ട് ഓർഡർ റെഡി ആകുമ്പോൾ ഫുഡ് പാർസൽ ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ജോബാണ്. അത് 2 പേരെയാണ് വേണ്ടത്. അതും UAE-യിലുള്ള ആളുകൾക്കാണ് മുൻഗണന ഉള്ളത്. അതിന് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായിരിക്കും ഞാൻ ഫസ്റ്റ് തന്നെ ആ പുള്ളിയുടെ നമ്പർ ആയിരിക്കും ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടാവുക. ഇനി രണ്ടാമത് ഉള്ള വേക്കൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണക്കടികൾ. ഏറ്റവും കൂടുതൽ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് ഈ കണ്ണൂർ ടൈപ്പ് സ്നാക്സുകളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആളുകൾ. ഇനിയിപ്പോ അതല്ല കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ള ഈ എണ്ണക്കടികൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ വൈകുന്നേര ചായക്കടികൾ, അതുണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്ക് വേക്കൻസി ഉണ്ട്. അതും എക്സ്പീരിയൻസ് UAE ബേസ്ഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ മുൻഗണന ഉണ്ട്. കാരണം എന്ന് പറയുന്നത് അവിടുത്തെ രീതി ഇവിടുത്തെ രീതിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഡ്യൂട്ടി അവറുകൾ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ചും കൂടി സാലറി കിട്ടാനൊക്കെ ബെറ്റർ ചോയ്സ് ആണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവരാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ജോയിൻ ചെയ്യാവുന്ന ജോലികളാണ്. പിന്നെ മറ്റ് സാധാ നോർമൽ വേക്കൻസികളൊക്കെ 3ാമത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 1ഉം 2ഉം ഈ 2 വ്യക്തികളുടെ അല്ലെങ്കിൽ 2 ആളുകളുടെ സ്ഥാപനങ്ങളുടെ ഓണേഴ്സിന്റെ നമ്പറുകളാണ് ഞാൻ കൊടുക്കുക. അതല്ലാതെ ബാക്കിയുള്ളതൊക്കെ നോർമലി വന്നിട്ടുള്ള ജോബ് വേക്കൻസികളാണ്. എൻ്റെ ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികളാണ്. അത് ഞാൻ നോർമലി അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്നുമുണ്ട്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നമ്മുടെ ഫാമിലിയിലെ വിശേഷങ്ങൾ, അതായത് ഞാനും പൊന്നൂസും വൈഫും പിന്നെ എൻ്റെ റിലേറ്റീവ്സും എല്ലാവരുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. പക്ഷെ എനിക്കിപ്പോ അത്രയും ഒരു സുഖമില്ലാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പെയിൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി തുടർന്ന ദിവസങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ മാത്രമായിട്ട് ചെയ്ത് ചുരുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് കമന്റിനൊന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ റിപ്ലൈ തരും. ഇന്ന് നാളെയൊക്കെ ആയിട്ട് റിപ്ലൈ തരുന്നുണ്ട്. കാരണം ഇന്നലെ ഞാൻ സത്യം പറഞ്ഞിട്ട് എൻ്റെ മൊബൈൽ കൈകൊണ്ട് എടുത്തിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ എന്നിരുന്നാലും എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അവർക്ക് അതായത് എന്നെ വാട്സപ്പ് വഴിയൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. ഇതാണ് നമ്മുടെ പൊന്നൂസിനെ സ്കൂളിൽ വിട്ടിട്ടില്ല. അതിനൊരു പ്രത്യേക കാരണം കൂടിയിട്ട് അത് പറഞ്ഞുതരാം. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയാണ്. പൊന്നൂസ് ഒരു 3-3:30 ആകുമ്പോഴാണ് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരിക. പക്ഷേ ഇന്നിപ്പോൾ അതിന് പറ്റാത്തത്, ഞങ്ങൾ പോവുകയായതുകൊണ്ട്, ഹോസ്പിറ്റലിൽ പോവുകയായതുകൊണ്ട് ഇന്ന് പൊന്നൂസിനെ വിട്ടിട്ടില്ല. അതേപോലെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം കൂടിയാണ്. എൻ്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്. ഇതൊക്കെ യാദൃശികമായിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് സംഭവിച്ച് ഒരു വീണ് കിട്ടുന്ന അവസരങ്ങളാണ്. അതേപോലെ തന്നെ ഈ മാസം 27-ാം തീയതി ആകുമ്പോൾ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. മറ്റു രോഗങ്ങളും അവസ്ഥകളും ഒക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൽ കിട്ടുമ്പോൾ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. ഒരു ഹായ് പറഞ്ഞ പൊന്നൂസ് എല്ലാവർക്കും. അപ്പം അപ്പൊ ഞങ്ങൾ ഇന്ന് പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. നാളെ മുതൽ ജോബ് വേക്കൻസികൾ ഞാൻ ഇടും. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ മാത്രമേ ഇടാതിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇതേപോലെ ജോബ് വേക്കൻസികളും ചെറിയ ചെറിയ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. മാക്സിമം നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലും നിങ്ങളാൽ കഴിയുന്ന രീതിയിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.